നമസ്കാരം. നമ്മളിപ്പോൾ മംഗളാദേവിയിലേക്കുള്ള യാത്രയിലാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനം കിട്ടുന്ന കൊടുങ്കാടിനുള്ളിലെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രം. ഇതൊരു കണ്ണകി ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ജീപ്പുകൾ നമുക്ക് താഴെ നിന്ന് കിട്ടും. പക്ഷേ നമ്മൾ ജീപ്പ് വഴിയല്ല, നമ്മൾ നടന്ന് തന്നെയാണ്. ഒരു 15 കിലോമീറ്റർ നമുക്ക് മേളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും രസം നിറഞ്ഞ ഒരുപാട് രസമുള്ള കാഴ്ചകളാണ്. അതൊക്കെ കണ്ട് നമുക്ക് പോകാം കേട്ടോ. വെളുപ്പിനെ 3 മണിയോടുകൂടി വീട്ടിൽ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്തു. 3 ബൈക്കിലായിട്ട് ഞങ്ങൾ 6 പേര് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് മംഗളാദേവി ക്ഷേത്രം. വീട്ടിൽ നിന്നും ഏതാണ്ട് 145 കിലോമീറ്റർ ഉണ്ട് കുമളിയിലേക്ക്. എന്തായാലും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, പെരുവന്താനം കഴിഞ്ഞപ്പോൾ നല്ല കോട ഇറങ്ങാൻ തുടങ്ങി. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഈ ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് പ്രതീക്ഷിക്കാതെ കിട്ടിയ കോടമഞ്ഞ് അത് യാത്രയ്ക്ക് ഗംഭീരമായി കേട്ടോ. രാവിലെ 7 മണിയായപ്പോൾ തന്നെ നമ്മൾ കുമളിയിലെത്തി. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമുക്ക് യാത്ര തുടങ്ങണം. വന്നപ്പോൾ തന്നെ 100 കണക്കിന് ജീപ്പുകളാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 6 മണി മുതൽ തന്നെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേക അനുമതിയോടുകൂടി ജീപ്പുകൾക്കും അതേപോലെ തന്നെ ഓഫ് റോഡ് വാഹനങ്ങൾക്കും മാത്രമേ മേളിലേക്ക് പോകാനായിട്ടുള്ള പെർമിഷനുള്ളൂ. ഒരാൾക്ക് 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജീപ്പിൽ മേളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ നടന്നു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ നടപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വനമേഖല ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളോ ഒന്നും തന്നെ അലൗഡ് അല്ല. ഫോറസ്റ്റിൻ്റെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മുകളിലേക്ക് നടക്കാനായിട്ട്. കേരളത്തിൽ നിന്നുള്ള ആളുകളെക്കാളും കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്. അത്രയും ആളുകളാണ് ഓരോ വർഷവും മംഗളാദേവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊടുങ്കാട്ടിലൂടെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യവാസം ഇല്ല. ആനപ്പിണ്ടം കിടപ്പുണ്ട്. അതുപോലെ തന്നെ എല്ലാ വന്യമൃഗ ജീവികളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം, വർഷത്തിലെ ചിത്ര പൗർണമി ദിവസം മാത്രമേ ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. ആയിരക്കണക്കിന് ആൾക്കാരാണ് ശരിക്കും നടന്നും അതേപോലെ തന്നെ ജീപ്പിലൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. നല്ല തിരക്കുള്ളതുകൊണ്ട് ജീപ്പുകൾ പതുക്കെയാണ് മുകളിലേക്ക് കയറുന്നത്. ഈ കാണുന്നുണ്ട്, ഈ ജീപ്പ് എല്ലാം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിവരിയായാണ് കിടക്കുന്നത്. ജീപ്പിൽ വരുന്ന പോലെ തന്നെ അത്രയും ആളുകളും നടന്നും കയറുന്നുണ്ട്. ഈ കാട്ടിലൂടെയുള്ള യാത്ര അത് പ്രത്യേക ഒരു രസമാണ്. കാരണം രാവിലെ കാട്ടിക്കൂടെയുള്ള നടത്തവും ആ ഒരു കാടിൻ്റെ ശബ്ദവും ഒക്കെ കണ്ടുകൊണ്ട് നടക്കാനായിട്ട് തന്നെ നല്ല രസമാണ്. വെളുപ്പിനെ തന്നെ യാത്ര തുടങ്ങിയ പലരും തിരിച്ചു വരുന്നതും നമുക്ക് കാണാൻ പറ്റും. കൂടുതലും ഞാൻ പറഞ്ഞില്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും മംഗളാദേവിയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഈ വനത്തിലേക്ക് ഒരുപാട് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊടി ഒരു രക്ഷയില്ല. പിന്നെ വേനൽക്കാലം കൂടെ ആയതുകൊണ്ട് നല്ല പൊടിയാണ്. മാസ്ക് ഇല്ലാണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ജീപ്പുകളെല്ലാം ഇങ്ങനെ ഓടി ഓടി വരുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതൊരു കണ്ണകി ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, പാണ്ഡ്യനാടായിട്ടുള്ള മധുരാപുരി അത് ചുട്ടെരിച്ചതിന് ശേഷം ചേരനാട്ടിലേക്ക് കണ്ണകി വന്നു എന്ന ഐതിഹ്യത്തിലാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായത്. അന്നത്തെ ചേരനാട്ടിലെ രാജാവായിട്ടുള്ള ചേരൻ ചെങ്കുട്ടുവൻ ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകി ദേവിക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അന്ന് അതിനെ കണ്ണകിക്കോട്ടം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മംഗളാദേവി ക്ഷേത്രം എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അന്ന് പതിവ് പൂജകൾ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ശരിക്കും നമുക്ക് ചിത്ര പൗർണമി നാളിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. അതായത് കേരള തമിഴ്നാട് സർക്കാരുകൾ ഒരുമിച്ചാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സമയം ഇപ്പോൾ രാവിലെ 11 മണിയായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ നടപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനിയുണ്ട് നടക്കാനായിട്ട്. അവിടെ ആ കാണുന്നതാണ് കേട്ടോ മല. പിന്നെ അത്രയും കൂടെ നടന്ന് കയറിയാൽ നമുക്ക് മേളിൽ മംഗളാദേവിയുടെ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. നടപ്പെന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല നടപ്പം, പക്ഷേ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു നടപ്പെന്ന് പറഞ്ഞാൽ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ജീപ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് കിടക്കുന്ന നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്ന ആ മലയിലാണ് നമ്മൾ പോകേണ്ട മംഗളാദേവിയുടെ അമ്പലമുള്ളത്. നമ്മളിപ്പോൾ ഈ നടന്നു വരുന്ന വഴിയുണ്ട്, ഈ മലയിൽ നിന്ന് ആ കാണുന്ന കാണിച്ചു തരാം. ആ മലയിലേക്കാണ് നമുക്കിനി നടന്ന് കയറേണ്ടത്. നമ്മളിത് ഇവിടെ വരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത്രയും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്, എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ നടപ്പങ്ങോട്ട് അറിയുന്നില്ല ശരിക്കും. അതായത് ഇടുക്കിയിലെയും തേനിയിലെയും ജില്ലാ ഭരണകൂടങ്ങൾ സംയോജിപ്പിച്ചാണ് ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരു മനുഷ്യവാസമില്ലാത്ത ഒരു കൊടുങ്കാടാണ്. വെയിൽ കൂടി വരുന്നതുകൊണ്ട് നല്ല ദാഹമുണ്ട്. പോകുന്ന വഴിക്കായിട്ട് പല ടാങ്കിലൊക്കെ ആയിട്ട് വെള്ളം വച്ചിട്ടുണ്ട്. പല ആളുകളും ഇരുന്നും
വിശ്രമിച്ചും ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ പറ്റും. താഴെ കാണുന്നത് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളാണ് കേട്ടോ. ആ കാണുന്ന നോക്കിയേ കണ്ടോ, തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളാണ് അവിടെ ഇങ്ങനെ കാണുന്നത്. നല്ല രസമാണ് മേളിൽ നിന്ന് നോക്കാൻ നേരത്ത്. ഈ ടോപ്പിലെത്തുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കൈവരി കെട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പോകുന്നത്. ഈ കിടക്കുന്ന ജീപ്പുകൾ കണ്ടോ, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഫോറസ്റ്റ്, പോലീസ്, എക്സൈസ് ഇവരുടെയൊക്കെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. അതേപോലെ തന്നെ മെഡിക്കൽ ടീമുണ്ട്, ആംബുലൻസ് ഉണ്ട്. ഇവിടെ ഒരു വാച്ച് ടവർ നമുക്ക് കാണാൻ പറ്റും. വാച്ച് ടവർ ഏതാണ്ട് പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മളെത്തി. അപ്പോൾ ഇവിടെ മെഡിക്കൽ ടീം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന ആളുകൾക്ക് ശരിക്കും ഇവിടെ നിന്ന് ചികിത്സ കിട്ടും. ആംബുലൻസ് സർവീസും കാര്യങ്ങളൊക്കെ മേളിലുണ്ട്. അതുപോലെ തന്നെ മേളിൽ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും മേളിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ആളുകൾ പിന്നെ തൊഴുത് കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. കാണുന്നുണ്ടോ, അതാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പോൾ ഇവിടെ നമുക്ക് ഭക്ഷണം കിട്ടും. അപ്പോൾ ഇവിടെ സൗജന്യ അന്നദാനമാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ക്യൂ ആണിത്. ഉണ്ടതാ ഇവിടെ ഇങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ആ വണ്ടികളിൽ ആണ് ഭക്ഷണം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു വഴിപാട് ഇതായിട്ട് പായസം കൊടുക്കുന്നുണ്ട്. അത് മേടിക്കാനുള്ള ആളുകളാണ് നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇലയിലാണ് നമുക്ക് പായസം തരുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞോടുകൂടി നല്ല തിരക്കായി. ഈ കാണുന്നതാണ് അമ്പലം. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. നമ്മളിങ്ങോട്ടേക്ക് കുമളിയിൽ നിന്നും വന്ന പോലെ തന്നെ തമിഴ്നാട്ടിലെ തേനിയിലെ ലോവർ ക്യാമ്പിൽ നിന്നും ആളുകൾ കാനനപാത വഴി ഇങ്ങോട്ടേക്ക് നടന്നു വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 4 ശ്രീകോവിലുകൾ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് 2 മാത്രമേ പൂജ നടക്കുന്നുള്ളൂ. ഗണപതിയും അങ്കളാശ്വരിയും കറുപ്പുസ്വാമിയൊക്കെ ഉണ്ട്. അതേപോലെ പണ്ട് കാലത്ത് ഇവിടെ നിന്നും മധുരയിലേക്ക് ഒരു തുരങ്കപാത ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് അത് കല്ലും മണ്ണും ഒക്കെ വീണ് അടഞ്ഞു പോയതാണ്. വിഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ഈ സമയത്ത്, അതായത് ചിത്രപൗർണമി ദിവസം കമ്പത്ത് നിന്നും ഒരു വിഗ്രഹം കൊണ്ടുവരും. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ആ ഒരു വിഗ്രഹം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊത്തുപണികൾ, അതേപോലെ തന്നെ ശിലാലിഖിതങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇങ്ങനെ കരിങ്കൽ പാളികൾ അടുക്കി വെച്ച പോലത്തെ ഒരു നിർമ്മാണമാണ്. എവിടെയും ഒരു ചെതറിക്കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നും പണ്ട് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയതിൽ അതിൽ 2 ശിലാലിഖിതങ്ങളിൽ ഒന്നിൽ 11-ാം നൂറ്റാണ്ടിലെ രാജരാജ ചോളനെയും 13-ാം നൂറ്റാണ്ടിലെ കുലശേഖര പാണ്ഡ്യനെയും കുറിച്ചാണ് പറയുന്നത്. 2ാമത്തെ ശിലാലിഖിതത്തിൽ ഈ ക്ഷേത്രത്തിലെ അമ്മൻ പുരനഗര ആളുടയനാച്ചിയാർ എന്നാണ് പറയുന്നത്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിഖിതം ഗൂഡല്ലൂരിലെ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പതികാരത്തിലെ കണ്ണകിയെ മംഗളപടന്തൈ എന്നാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്. നമ്മുടെ അമ്പലങ്ങളിലെ പോലെ തന്നെ നമുക്കിവിടെ പൊങ്കാലയുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ അവരാണ് കൊണ്ടുവരുന്നത്. അതേപോലെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ താലി പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഗോപുരവും ചുറ്റമ്പലവും അഷ്ടദിക്പാലകരും അങ്ങനെ ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ ഇതെങ്ങനെ തകർന്നു പോയി എന്നൊന്നും കൃത്യമായി ആർക്കും അറിയില്ല. അതേപോലെ ഒത്തിരി ശില്പങ്ങളുണ്ട്. ചിതറിക്കിടക്കുന്ന ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട്. ശരിക്കും നൂറ്റാണ്ടുകളായിട്ട് ആരും ശ്രദ്ധിക്കാണ്ടിരുന്ന ഈ ഒരു ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയൊക്കെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് 1980 കാലഘട്ടത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ അവകാശ തർക്കം വന്നപ്പോൾ അതിനുശേഷം ഇതിൽ ഒരു ശ്രീകോവിലിൽ കേരളവും മറ്റ് ശ്രീകോവിൽ തമിഴ്നാടും, അങ്ങനെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആ ഒരു രീതിയിലാണ് ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു പകൽ തുടങ്ങി ഒരു രാത്രി അസ്തമിക്കുന്നവരെ ആണ് ഇവിടെ ഒരു പൂജ. ശരിക്കും ചിലപ്പതികാരത്തെക്കുറിച്ച് പറയണം, കാരണം ഇത് കണ്ണകി ദേവിയുടെ പ്രതിഷ്ഠയാണ്. ചിലപ്പതികാരം എന്ന് പറഞ്ഞാൽ അത് സംഘകാല കൃതിയാണ്. ചിലമ്പിൻ്റെ കഥ എന്നാണ് അതിനെ പറയുന്നത്. ചേര രാജവംശത്തിൽപ്പെട്ട ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എഴുതിയത്. കാവേരി പൂമ്പട്ടണത്തിൽ വളരെ ധനികനായിട്ടുള്ള ഒരാളുടെ മകളായിരുന്നു കണ്ണകി. വിവാഹ സമയമായപ്പോൾ കണ്ണകിയെ ഒരുപാട് സ്വത്ത് കൊടുത്ത് കോവലന് വിവാഹം ചെയ്തു കൊടുത്തു. സന്തോഷമായിട്ട് ജീവിക്കുന്നതിനിടയിൽ ചെറിയ ചില പിണക്കങ്ങളൊക്കെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു.
മാധവി എന്ന് പറയുന്ന ഒരു നർത്തകിയുമായിട്ട് കോവലൻ അടുപ്പത്തിലാകുകയും അയാൾക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ മാധവിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നുമില്ലാത്തവനായിട്ട് കോവലൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്തത്. ഒരു ദിവസം തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ കോവലൻ മാപ്പ് പറഞ്ഞ് കണ്ണകിയുടെ അടുത്തേക്ക് തിരികെ വരികയും കണ്ണകി അയാളെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വീണ്ടും ജീവിതം ആരംഭിച്ചു. പണത്തിന് വേണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു ചിലമ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് കോവലനെ ഏൽപ്പിച്ചു. ഈ ചിലമ്പുമായിട്ട് അവർ പാണ്ഡ്യരാജധാനിയായിട്ടുള്ള മധുരയിൽ എത്തുകയും ആ സമയത്ത് പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷണപ്പെടുകയും ചെയ്തായിരുന്നു. അതന്വേഷിച്ച് നടന്ന പട്ടാളക്കാർ കോവലനെ പിടിക്കുകയും പാണ്ഡ്യരാജ സദസ്സിൽ രാജാവിന് മുന്നിൽ കോവലനെ കൊണ്ടുവരികയും ചെയ്തു. കോവലന് കണ്ണകിയുടെ ചിലമ്പിൽ പവിഴങ്ങളാണ് എന്ന് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ രാജാവ് കോവലനെ ഇല്ലാത്ത മോഷണക്കുറ്റം പറഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഇതറിഞ്ഞ് ദേഷ്യത്തോടെ രാജാവിൻ്റെ സദസ്സിലെത്തിയ കണ്ണകി ആ ചിലമ്പ് പിടിച്ചു വാങ്ങി അവിടെ തന്നെ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. അതിൽ നിന്നും പുറത്തു ചാടിയിട്ടുള്ള പവിഴങ്ങൾ കണ്ട് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും ഒരുപാട് കേണപേക്ഷിച്ച് അവർ പശ്ചാത്താപത്താൽ മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ പ്രതികാരമടങ്ങാതെ കണ്ണകി ഈ മധുരാ നഗരം വെന്തു പോകട്ടെ എന്ന് ശപിച്ചു. ആ നഗരം മുഴുവൻ അവളുടെ ആ ഒരു പാതിവൃത്യത്തിൻ്റെ ശക്തിയിൽ മധുരാ നഗരം മുഴുവൻ ചുട്ടരിച്ചു. പിന്നീട് മധുരാ നഗരം വിടുന്ന കണ്ണകി ചേരരാജധാനിയായ കൊടുങ്ങല്ലൂരിലെത്തി അവിടെ വെച്ച് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ കോവലൻ സ്വർഗത്തിൽ നിന്ന് വരികയും ചെയ്തതായിട്ട് കഥകൾ പറയുന്നുണ്ട്. അക്കാലത്താണ് ചേരരാജാവായിട്ടുള്ള ചേരൻ ചെങ്കുട്ടുവൻ ആ നഗരത്തിൽ കണ്ണകിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു കണ്ണകി കോട്ടം പണിയുന്ന കാര്യവും അതിനായിട്ട് പ്രതിമ നിർമ്മിക്കാൻ കൃഷ്ണശില ഹിമാലയത്തിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നും ചിലപ്പതികാരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐതിഹ്യവും അതേപോലെ ചരിത്രവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ മംഗളാദേവി ക്ഷേത്രം. കാണാനും അറിയാനും ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ കഥ വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ല, ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. നമ്മളങ്ങനെ മംഗളാദേവിയിലെ ദർശനമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുവാണ്. നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നടന്നു വന്നിട്ട് തിരിച്ച് ജീപ്പിന് ഇറങ്ങാമെന്നാണ്. പക്ഷേ ജീപ്പൊന്നുമില്ല, അത്രയ്ക്കും തിരക്കാണ്. വരുന്ന വഴിയൊക്കെ ശരിക്കും നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മൾ നടന്ന് കയറി അതേ ദൂരം തന്നെ തിരിച്ചിറങ്ങുവാണ്. എന്തായാലും നല്ല ഒരു രസമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ അടുത്ത വർഷം ഇതേപോലെ ചിത്രപൗർണമി ദിവസം നിങ്ങൾ വരാൻ സാധിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരണം. കാരണം വന്ന് കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു രസമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.